ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഗ്രൂപ്പ്. നമ്മൾ ഇന്ന് സെർവൈക്കൽ ക്യാൻസറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സെർവൈക്കൽ ക്യാൻസർ ഒരു മെയിൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. സോ സെർവൈക്കൽ ക്യാൻസറിൽ നമ്മൾ എന്തൊക്കെ പഠിക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ, ആദ്യം തന്നെ എന്താണ് ക്യാൻസർ എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ക്യാൻസറിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൈപ്സ് നോക്കുന്നുണ്ട്. പിന്നെ സെർവൈക്കൽ ക്യാൻസർ എന്താന്ന് പറയുന്നു, അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, സ്ക്രീനിങ്, പിന്നെ ജസ്റ്റ് ട്രീറ്റ്മെന്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ റിസ്ക് ഫാക്ടേഴ്സും സ്ക്രീനിങ്ങും ആണ്. അവിടെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. വാട്ട് ഈസ് ക്യാൻസർ? ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡിസീസ് അല്ല, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ്. ആ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ഉണ്ടാകാൻ കാരണം, അല്ലെങ്കിൽ ആ ഡിസീസസിന്റെ ക്യാരക്ടറൈസേഷൻ ആയിട്ട് വരുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെൽസ് ഉണ്ടാകും. സെല്ല് സാധാരണയായിട്ട് അത് ഗ്രോ ചെയ്യുന്നതിനേക്കാൾ എക്സ്ട്രാ ഒത്തിരിയായിട്ട് അൺകൺട്രോളബിളി ഗ്രോ ചെയ്യുമ്പോഴാണ് നമ്മൾ അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെൽസ് എന്ന് പറയുന്നത്. പിന്നെ എബിലിറ്റി ടു ഇൻവേഡ് അഡ്ജസൻറ്റ് ടിഷ്യൂസ് ആൻഡ് ഈവൻ ഡിസ്റ്റന്റ് ഓർഗൻസ്. തൊട്ടടുത്തുള്ള ഒരു പെർട്ടിക്കുലർ ഓരോ ഓർഗനും ഓരോ സൈറ്റിനും ഓരോ ടിഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ടൈപ്പ് സെല്ലാണ് നമ്മുടെ ബോഡിയിലുള്ളത്. ആ ഒരു സ്ഥലത്ത് സെല്ലുകൾ അബ്നോർമലായിട്ട് എക്സസീവായിട്ട് ഗ്രോ ചെയ്ത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് തൊട്ടടുത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു സെല്ലിനെയോ അല്ലെങ്കിൽ ടിഷ്യൂനെയോ അല്ലെങ്കിൽ ഓർഗനെയോ ഇൻവേഡ് ചെയ്ത് കടന്നു കയറിയ അവിടെയും കൂടി എക്സ്ട്രാ മൾട്ടിപ്ലൈ ആകുന്നതാണ് എബിലിറ്റി ടു ഇൻവേഡ് അഡ്ജസൻറ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ, ഇവൻച്വൽ ഡെത്ത് ഓഫ് ദി അഫക്റ്റഡ് പേഷ്യൻറ്റ് ഇഫ് ദ ട്യൂമർ ഹാസ് പ്രോഗ്രസ്ഡ് ബിയോണ്ട് ദ സ്റ്റേജ് വെൻ ഇറ്റ് ക്യാൻ ബി സക്സസ്ഫുള്ളി റിമൂവ്ഡ്. സോ ഇങ്ങനെ സംഭവിക്കുന്തോറും ഇതിൽ നിന്ന് നമുക്ക് ഒരു സക്സസ്ഫുള്ളി റിക്കവറി ഉണ്ടായില്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ ഡെത്ത് വരെ സംഭവിക്കാവുന്ന അവസ്ഥയിലോട്ടെത്തും. ഇത്രയുമെല്ലാം ക്യാരക്ടറൈസേഷൻ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസർ നമ്മുടെ ഏത് സൈറ്റിൽ വേണമെങ്കിലും ഉണ്ടാകാം, ഏത് ടിഷ്യൂവിൽ വേണമെങ്കിലും ഉണ്ടാകാം, ഏത് ടൈപ്പ് ഓഫ് സെല്ലിന് വരെ ക്യാൻസർ ഉണ്ടാകാം. മേജർ കാറ്റഗറീസ് ആയിട്ട് വരുന്നത് കാർസിനോമാസ്, സാർക്കോമാസ്, ലിംഫോമാസ്, ദെൻ മയലോമ, ലുക്കീമിയ, അങ്ങനെ പല ടൈപ്പിൽ ക്യാൻസർ വരുന്നുണ്ട്. ഫസ്റ്റ് കാർസിനോമാസ്. കാർസിനോമാസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ ബോഡിയുടെ ഔട്ടർ ലെയറും ഇന്നർ ലെയറും ഒക്കെ കൊടുക്കുന്ന ടിഷ്യൂസ് ഉണ്ട്, എപ്പിത്തീലിയൽ ടിഷ്യൂ. ആ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് വരുന്ന ക്യാൻസർ ആണ് കാർസിനോമാസ് എന്ന് പറയുന്നത്. സാർക്കോമാസ് ആണെങ്കിൽ നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്ന ക്യാൻസർ സെൽസ് ആണ്. കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ ബോണ്, മസില്, ഫാറ്റ്, ബ്ലഡ് വെസൽസ് ഒക്കെ പോലെ. പിന്നെ വരുന്ന ലിംഫോമാസ്, മയലോമാസ്, ലുക്കീമിയാസ്. ലിംഫോമ എന്ന് പറയുമ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ്. മയലോമ എന്ന് പറയുമ്പോൾ ക്യാൻസർ ഓഫ് ദ പ്ലാസ്മ സെൽസിനെയാണ് മയലോമ എന്ന് പറയുന്നത്. ആൻഡ് ലുക്കീമിയ നമുക്കറിയാം ബ്ലഡ് ക്യാൻസർ. ഡബ്ല്യു ബി സി സെൽസിനുണ്ടാവുന്ന ക്യാൻസറാണ് ലുക്കീമിയാസ്. സോ ഇതാണ് മേജർ കാറ്റഗറീസ് വരുന്നത്: കാർസിനോമാസ്, സാർക്കോമാസ്, ലിംഫോമാസ്, മൈലോമ ആൻഡ് ലുക്കീമിയാസ്. പിന്നെ വരുന്ന ടൈപ്സ് ആണ് പ്രൈമറി ട്യൂമറും സെക്കൻഡറി ട്യൂമറും. പ്രൈമറി ട്യൂമർ എന്ന് പറയുമ്പോൾ അത് എവിടെയാണോ ഒറിജിനേറ്റ് ചെയ്തത് അവിടെ തന്നെയുള്ള ക്യാൻസറിനെ നമ്മൾ പ്രൈമറി ട്യൂമർ എന്ന് വിളിക്കും. സെക്കൻഡറി ട്യൂമർ എന്ന് പറഞ്ഞാൽ ആ ഒറിജിനിൽ നിന്ന് അത് വേറെ എങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടോ ആ സ്പ്രെഡ് ചെയ്ത സ്ഥലങ്ങളിലുള്ള ട്യൂമറിനെ അല്ലെങ്കിൽ ആ ഒരു ക്യാൻസറിനെ നമ്മൾ സെക്കൻഡറി ട്യൂമർ എന്ന് വിളിക്കും. സോ ഇതാണ് മേജർ കാറ്റഗറീസ്. ദെൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പോകുന്നത് സെർവൈക്കൽ ക്യാൻസറിനെ പറ്റിയാണ്. സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ പ്രിവെൻറ്റബിൾ ആണ്, ഓഫൻ ക്യൂറബിൾ ആയിട്ടുള്ള ക്യാൻസർ ആണ്. മെയിനായിട്ടും സെർവൈക്കൽ ക്യാൻസർ എന്ന് പേര് ഡിനോട്ട് ചെയ്യുന്ന പോലെ സെർവിക്സിലാണ് ഇത് ഡെവലപ്പ് ആവുന്നത്. സെർവിക്സിൽ മെയിനായിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള HPV ഇൻഫെക്ഷൻസ് കാരണമാണ് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാവുന്നത്. ലീഡിങ് ടു അബ്നോർമൽ സെൽ ഗ്രോത്ത് ഉണ്ടാകും. സെർവിക്സിൽ ഉണ്ടാകുന്ന അബ്നോർമൽ സെൽ ഗ്രോത്ത് കാരണമാണ് നമ്മൾ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. സെർവൈക്കൽ ക്യാൻസർ ആണ് വിമണിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള ഫോർത്ത് മെയിൻ റീസൺ ആയിട്ട്, അല്ലെങ്കിൽ ഫോർത്ത് മോർ ഫ്രീക്വൻറ്റ് ക്യാൻസർ ആണ് സെർവൈക്കൽ ക്യാൻസർ. സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ നോർമൽ എപ്പിത്തീലിയം, നമ്മുടെ നോർമൽ ടിഷ്യൂ ആദ്യം നോർമൽ ടിഷ്യൂ ഉണ്ട് ഒരു സ്ഥലത്ത്, അവിടെ നിന്ന് അത് ഡിസ്പ്ലേഷ്യ സംഭവിച്ച്, ഡിസ്പ്ലേഷ്യ എന്ന് പറയുമ്പോൾ അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ദ ടിഷ്യൂ അല്ലെങ്കിൽ ആ ഒരു സെല്ല്, അങ്ങനെ അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടായി അവിടെ നിന്ന് ക്യാൻസർ ഇൻ സിത്തു ആകും. അതായത് പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ല് എവിടെയാണോ ഡിസ്പ്ലേഷ്യ സംഭവിച്ച ടിഷ്യൂ അവിടെ ഉണ്ടാകും. അവിടെ ഫസ്റ്റ് ക്യാൻസറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ടായി തുടങ്ങും. പിന്നീട് പതുക്കെ പതുക്കെ അത് ഇൻവേസീവ് ആയിട്ട് ചുറ്റും പോകും. ഇതാണ് നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് സെർവൈക്കൽ ക്യാൻസറിൽ വരുന്നത്. അടുത്തത് വരുന്നത് കോസറ്റീവ് ഏജന്റ് ആണ്. പ്രൈമറി സെർവിക്കൽ ക്യാൻസർ കോസ് ചെയ്യുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന ഓർഗാനിസം ആണ്. അതിൻ്റെ ട്രാൻസ്മിഷൻ വരുമ്പോൾ നോക്കുവാണെങ്കിൽ മെയിനായിട്ടും അത് സെക്ഷൽ കോണ്ടാക്റ്റ് വഴിയിട്ടാണ്
ട്രാൻസ്മിറ്റ് ആവുന്നത്. മെക്കാനിസം നോക്കുമ്പോൾ മോസ്റ്റ് പീപ്പിളിലും ഇത് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും തന്നേക്ക് തന്നെ ഫ്ലോ ഔട്ട് ചെയ്ത് എക്സിറ്റ് ചെയ്ത് പൊക്കോളും, ക്ലിയർ അപ്പ് ആകും. പക്ഷെ ഹൈ റിസ്ക് ടൈപ്പ് ഓഫ് HPV ആണ് വരുന്നതെങ്കിൽ പെർസിസ്റ്റന്റ് ഇൻഫെക്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ അബ്നോർമൽ സെൽ ചേഞ്ചസ് സെർവിക്സിൽ നടന്ന് ഓവർ ടൈം പ്രോഗ്രസ് ചെയ്യുന്തോറും അത് ക്യാൻസറിലോട്ട് നയിക്കാം. മെയിനായിട്ട് ഈ ടൈപ്പിൽ വരുന്നത് ഹൈ റിസ്ക് ടൈപ്പ് എന്ന് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു. അവ വരുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് 16 ഹ്യൂമൻ പാപ്പിലോമ വൈറസ് 18 ആണ്. ഇത് രണ്ടുമാണ് ഓൾമോസ്റ്റ് 70% ഓഫ് സെർവൈക്കൽ ക്യാൻസറിനും റീസണബിൾ ആയിട്ടുള്ളത്. റിസ്ക് ഫാക്ടേഴ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് റിസ്ക് ഫാക്ടറായിട്ട് സെർവൈക്കൽ ക്യാൻസറിന്റെ വരുന്നത് ഏജ് ആണ്. റിസ്ക് ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ പോയിന്റും സ്പെസിഫിക് ആയിട്ട് നോക്കണം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏജ് ആണ്. ഏജിൽ സെർവിക്കൽ ക്യാൻസർ യങ് വുമണിനാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഒരു 25 to 45 ഇയേഴ്സ് വരെയുള്ള ഇതിലാണ് റാപ്പിഡ്ലി ഇൻക്രീസ് കാണുന്നത്, അതിൻ്റെ ഇൻസിഡൻസ് കൂടുതലായിട്ട് കാണുന്നത്. 45-ന് ശേഷം അതൊന്ന് ലെവലായിട്ട് ദെൻ പതുക്കെ കുറഞ്ഞു തുടങ്ങും. പിന്നെ വരുന്നത് ജെനൈറ്റൽ വാർട്സ്. ജെനൈറ്റൽ വാർട്സ് എന്ന് പറയുന്നത് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. ആ ഇൻഫെക്ഷൻ കാരണം ഒരു ഫ്ലഷ് കളേർഡ് ആയിട്ടുള്ള ബംസോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രോത്ത് ഒക്കെ ജെനൈറ്റൽ ഏരിയയിലോ ഏനൽ ഏരിയയിലോ പ്രസന്റ് ആയിരിക്കും. അത് ഇച്ചി ആയിരിക്കും, പെയിൻഫുൾ ആയിരിക്കും, ചിലപ്പോൾ അത് ബ്ലീഡ് ചെയ്യാം. ഇങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ് ജെനൈറ്റൽ വാർട്സ്. ആ ജെനൈറ്റൽ വാർട്സ് പണ്ടുണ്ടായിരുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതോ ആയിട്ടുള്ള ജെനൈറ്റൽ വാർട്സ് ഉണ്ടെങ്കിൽ കൂടുതൽ റിസ്കിലോട്ടാണ് നയിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മരൈറ്റൽ സ്റ്റാറ്റസ്. സിംഗിൾ ആയിട്ടുള്ള പേഴ്സൺസിന് നോർമലി അല്ലെങ്കിൽ കൂടുതലായിട്ടും ഈ സെർവൈക്കൽ ക്യാൻസറിനുള്ള ചാൻസസ് വളരെ റെയർ ആയിട്ടാണ് കാണുന്നത്. കൂടുതലായിട്ടും വിഡൗഡ് ആയിട്ടുള്ള ആളുകൾ, ഡിവോഴ്സ്ഡ്, സെപ്പറേറ്റഡ്, മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ള ആളുകളിലൊക്കെയാണ് സെർവൈക്കൽ ക്യാൻസറിന്റെ ചാൻസസ് കൂടുതൽ കാണുന്നത്. സെർവിക്സിലുള്ള ക്യാൻസർ പ്രോസ്റ്റിറ്റ്യൂട്ട്സിന് കൂടുതലായിട്ടും കാണുന്നുണ്ട്, അതേസമയം വെർജിൻസിന് ഒട്ടും കാണുന്നില്ല താനും. സോ സെക്ഷൽ ഇന്റർകോഴ്സുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് ആ ഒരു സ്റ്റഡി. പ്രോസ്റ്റിറ്റ്യൂട്ട്സിന് വെരി കോമൺ ആണ്, അതേസമയം വെർജിൻസിന് അത് അൺനോൺ ആണ്. ബാക്കി വരുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഏർലി മാരേജ്. ഏർലി മാരേജ് കാരണം ഏർലി കോയിറ്റസിലോട്ട് ലീഡ് ചെയ്യുകയും ഏർലി ചൈൽഡ് ബെയറിങ്ങും അതുപോലെ തന്നെ നമ്പർ ഓഫ് ചൈൽഡ് ബർത്ത് കൂടാനുള്ള സാധ്യതകളും ഉണ്ട്. സോ അങ്ങനെയെല്ലാം വന്ന് സെർവൈക്കൽ ക്യാൻസറിനുള്ള റിസ്ക് ഇൻക്രീസ് ആവാറുണ്ട്. പിന്നെ വരുന്നതാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്. ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിൽ റീസെന്റ് ആയിട്ടുള്ള WHO സ്റ്റഡി പ്രകാരം ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിൽ യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ലൈക്ക് ഈസ്ട്രജൻ ഹോർമോൺസ് ഒക്കെ ഒത്തിരി ഉണ്ടാകും. ഇതിന്റെ കോൺസെൻട്രേഷൻ കൊണ്ട് തന്നെ സെർവൈക്കൽ ക്യാൻസറിനുള്ള റിസ്ക് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് സോഷ്യോ എക്കണോമിക് ക്ലാസ്. ഏകദേശം പുവർലി അല്ലെങ്കിൽ ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിലുള്ളവർക്ക് പുവർ ഹൈജീൻ ആയിരിക്കും കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, പുവർ ജെനൈറ്റൽ ഹൈജീൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെർവൈക്കൽ ക്യാൻസർ അവർക്ക് കൂടുതൽ റിസ്ക് കൂടാൻ സാധ്യതയുണ്ട്. സോ അത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞത്. ഇനി വരുന്നത് സ്ക്രീനിങ് ഓഫ് സെർവൈക്കൽ ക്യാൻസർ. അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സ്ക്രീനിങ്ങിൽ മെയിൻ ആയിട്ട് വരുന്നത് പാപ്സ്മിയർ ടെസ്റ്റ് വരുന്നുണ്ട്, വിഷ്വൽ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്, HPV ടെസ്റ്റ് വരുന്നുണ്ട്, HPV ഓർ പാപ്പ് കോ ടെസ്റ്റ് വരുന്നുണ്ട്, ബയോപ്സി, കൊൾപോസ്കോപ്പി അങ്ങനെയുള്ളതെല്ലാം വരുന്നുണ്ട്. പാപ്സ്മിയർ ടെസ്റ്റ് ഒക്കെ നമ്മൾ ഫർദർ ഡീറ്റെയിൽ ആയിട്ട് പറയും. വിഷ്വൽ ഇൻസ്പെക്ഷനും HPV ടെസ്റ്റും നമ്മൾ പറയുന്നുണ്ട്. ഈ പാപ്സ്മിയർ ടെസ്റ്റും HPV ടെസ്റ്റും സൈമിൾട്ടേനിയസ്ലി ചെയ്യുന്നതാണ് HPV ഓർ പാപ്പ് കോ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ബയോപ്സി എന്ന് പറയുമ്പോൾ അബ്നോർമൽ ആയിട്ടൊരു ഗ്രോത്ത് അവിടെ കണ്ടാൽ നമ്മൾ ആ ഗ്രോത്തിൽ നിന്നുള്ള ചെറിയൊരു ടിഷ്യൂവിൻ്റെ പീസ് അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ പീസ് എടുത്തിട്ട് നമ്മളത് ബയോപ്സിക്ക് അയക്കും, അതിൻ്റെ സെല്ലിൻ്റെ സ്റ്റഡിക്ക് അയക്കും. അങ്ങനെ ഇത് ക്യാൻസറസ് ആണെങ്കിൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ കൊൾപോസ്കോപ്പി എന്ന് പറയുമ്പോൾ കൊൾപോസ്കോപ്പ് ഉള്ള ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് നമ്മൾ സെർവിക്സും വജൈനയും വൾവയും ഒക്കെ ഒബ്സർവ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും അബ്നോർമൽ ഗ്രോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻസ് കാണിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് കൊൾപോസ്കോപ്പി. ഡീറ്റെയിൽ ആയിട്ട് പാപ്പ് ടെസ്റ്റ് നോക്കുവാണെങ്കിൽ പാപ്പ് ടെസ്റ്റിനെ നമ്മൾ പാപ്പ് സ്മിയർ ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാറുണ്ട്. ഇത് സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് വെരി ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ്. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് സെർവൈക്കൽ ക്യാൻസറസ് ആയിട്ടുള്ള ഇത് മാത്രമല്ല ബട്ട് അവിടെയുള്ള ഇൻഫെക്ഷൻസും ഇൻഫ്ലമേഷൻസും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെയിൻ ആയിട്ട് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മൂലമാണ് ഈ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും ഒക്കെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ കൂടുതൽ കണ്ടെത്തുന്നത്. റെഗുലർലി ലോ റിസ്ക് ആയിട്ടുള്ള ലൈക്ക് സെർവൈക്കൽ ക്യാൻസർ വരാനുള്ള ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ടും ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ സിഗ്നിഫിക്കൻ്റ്ലി ലോവർ റിസ്ക് ആണ് ഡെവലപ്പ് ചെയ്യാൻ, സെർവൈക്കൽ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാൻ. നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും റിസ്ക് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ. സോ പാപ്പ് ടെസ്റ്റ് ഏകദേശം 30 ഇയേഴ്സിന് ശേഷം എല്ലാ വിമനും ചെയ്യുന്നത് നല്ലതാണ്, അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ. പിന്നെ 30 വയസ്സിന് ശേഷം കുറച്ചും കൂടെ കഴിയുമ്പോൾ എവറി 3 ഇയേഴ്സ് ആയിട്ട് നമ്മൾ
ചെയ്യുന്ന നല്ലതാണ്. അതുപോലെ തന്നെ പീരിയോഡിക് പെൽവിക് എക്സാമിനേഷനും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് പെൽവിക് എക്സാമിനേഷനിലാണ് നമ്മൾ സ്പെക്കിലൊക്കെ യൂസ് ചെയ്ത് സെറവിക്സ് ഒക്കെ വിഷ്വലൈസ് ചെയ്ത് സെറവിക്സിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാപ്സ്മിയർ ടെസ്റ്റ് നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാറില്ല. കാരണം പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിന് നല്ല ട്രെയിനിങ് കിട്ടുകയും വേണം. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ലാബ് എക്യുപ്മെന്റ്സും പ്രൊസീജിയറൊക്കെ ഇച്ചിരി റിസ്ക് ആണ്, അല്ലെങ്കിൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. സോ പാപ്സ്മിയർ ടെസ്റ്റ് റൊട്ടീനായിട്ട് നമ്മൾ ചെയ്യാറില്ല, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഒന്നല്ല. മറിച്ച് റിസ്ക് കൂടുതലുള്ളവരിലാണ് നമ്മളത് ചെയ്യാറ്. പിന്നെ വരുന്നതാണ് വിഷ്വൽ ഇൻസ്പെക്ഷൻ. വിഷ്വൽ ഇൻസ്പെക്ഷൻ ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റ് നമ്മൾ മെയിനായിട്ട് 5% അസറ്റിക് ആസിഡ് യൂസ് ചെയ്ത് സെറവിക്സിനെ നമ്മൾ ഇതുമായിട്ട് കോണ്ടാക്ട് വരുത്തിയിട്ട് എന്നിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിനെ വിഷ്വൽ ഇൻസ്പെക്ഷൻ വിത്ത് അസറ്റിക് ആസിഡ് വിത്ത് മാഗ്നിഫിക്കേഷൻ VIAM അതുണ്ട്. വിഷ്വൽ ഇൻസ്പെക്ഷൻ പോസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ലുഗോൾസ് അയഡിൻ VILI, ഈ രണ്ട് മെത്തേഡിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഒരു ഓൾട്ടർനേറ്റീവ് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. കൂടുതലായിട്ടും ഇന്ത്യയിൽ ഇത് ഇഫക്റ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. സൈറ്റോളജി ബേസ്ഡ് സ്ക്രീനിങ് പോലെ തന്നെയാണ്, അതായത് സെല്ലുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന പോലെ തന്നെയാണ് ഈ വിഷ്വൽ ഇൻസ്പെക്ഷനും വരുന്നത്. ഈസി ടു ക്യാരി ഔട്ട് ആണ്, ഈസി ടു ട്രെയിൻ ദ ഹെൽത്ത് വർക്കേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. വിഷ്വൽ ഇൻസ്പെക്ഷൻ വഴിയിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം 5% അസറ്റിക് ആസിഡ് സൊല്യൂഷൻ യൂസ് ചെയ്ത് അവിടെ അപ്ലൈ ചെയ്തിട്ട് പിന്നീട് നമ്മൾ വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഒപ്പേക്ക് ആയിട്ടുള്ള അസറ്റോവൈറ്റ് ലീഷൻസ് കാണുവാണ് എങ്കിൽ പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം. പിന്നെ വരുന്നത് HPV ടെസ്റ്റ്. HPV ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ പ്രസൻസ് അവിടെ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആ സെൽ സാമ്പിൾ നോക്കിയിട്ട് വൈറസിനെ തന്നെയാണ് നമ്മൾ അതിലോട്ട് ഒബ്സർവ് ചെയ്യുന്നത്, വൈറസിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്. HPVയുടെ DNA ടെസ്റ്റും ഉണ്ട്, HPVയുടെ mRNA ടെസ്റ്റും ഉണ്ട്. HPVയുടെ DNA ടെസ്റ്റിലാണെങ്കിൽ ഹൈ റിസ്ക് സ്ട്രെയിൻസ് ഓഫ് HPVനെയാണ് നമ്മൾ നോക്കുന്നത്. അത് എല്ലാ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള മെയിൻ റീസണും ഈ ഹൈ റിസ്ക് സ്ട്രെയിൻസ് ആയിരിക്കും HPVയുടെ. അതുണ്ടോന്നാണ് നമ്മൾ HPV DNA ടെസ്റ്റിൽ നോക്കുന്നത്. HPV mRNA ടെസ്റ്റിൽ വരുമ്പോൾ HPV ഇൻഫെക്ഷൻസ് കാരണം സെല്ലുലാർ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാകും, സെല്ലിനുണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഇതിലൂടെ ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പാപ് ടെസ്റ്റിന്റെ കൂടെ തന്നെയാണ് HPV ടെസ്റ്റ് മെയിൻ ആയിട്ട് നമ്മൾ നടത്താറ്. കാരണം ഒരു പ്രൈമറി സ്ക്രീനിങ് പോലെ പാപ് ടെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇത് അലോങ് സൈഡ് ആയിട്ട് പാപ് ടെസ്റ്റിന്റെ കൂടെ തന്നെ ഇതൊരു പ്രൈമറി സ്ക്രീനിങ് ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലും പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ വരെ നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. സിമ്പിൾ പ്രോസസ്സാണ്. അതുപോലെ തന്നെ പ്രീ ക്യാൻസറസ് ആയിട്ടുള്ളതും ക്യാൻസറസ് ആയിട്ടുള്ള എല്ലാം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ജീവനുകളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെക്നിക്ക് പോലെയോ സൈറ്റോളജി പോലെയോ, അതായത് പാപ്സ്മിയർ ഒക്കെനേക്കാളും കൂടുതലും നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഈ HPV ടെസ്റ്റിൽ വരുന്നത്. 30+ ആയിട്ടുള്ള വിമൻസ്, 30+ ഇയേഴ്സ് ഏജ് ആയിട്ടുള്ള വിമൻസിന് നമ്മളിത് പെൽവിക് എക്സാമിന്റെ കൂടെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റി കണ്ടാൽ ഫോളോ അപ്പ് കെയർ ചെയ്യണം എന്നും ലൈക്ക് കൊൾപ്പോസ്കോപ്പി പോലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വെച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യണമെന്നും നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. 30 ഇയേഴ്സ് മുതൽ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ജനറൽ പോപ്പുലേഷനിലാണ് 30 ഇയേഴ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ HPV ടെസ്റ്റ് എവറി 5 to 10 ഇയേഴ്സ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം റെഗുലറായിട്ട്. ഒരു 25 ഇയേഴ്സ് മുതൽ HIV-യുമായിട്ട് ജീവിക്കുന്ന വിമൻസ് ആണെങ്കിൽ 25 ഇയേഴ്സ് മുതൽ ഇവരിത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എവറി 3 to 5 ഇയേഴ്സ് ഇത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ സ്ക്രീനിങ് ചെയ്യാൻ മാത്രമല്ല, ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമല്ല ഇതുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും വേണം. എന്തെങ്കിലും തരത്തിലുള്ള പ്രീ ക്യാൻസറസോ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകൾ നമ്മൾ കണ്ടെത്തിയാൽ അതിൻ്റെ ഫെർദർ ഫോളോ അപ്പ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റും കൂടെ നടത്തിയിരിക്കണം. അത്രയാണ് നമ്മൾ HPV ടെസ്റ്റിൽ പറഞ്ഞത്. സോ ഇത്രയാണ് മെയിനായിട്ട് സ്ക്രീനിങ്ങിൽ വരുന്നത്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ ക്യാൻസർ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്ന പോലെ സർജറി ഒരു ഓപ്ഷനാണ്, കീമോതെറാപ്പി ഒരു ഓപ്ഷനാണ്, റേഡിയേഷൻ, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി ഇതെല്ലാം ഒരു ഓപ്ഷനാണ്. സോ ഇത്രയാണ് നമ്മൾ സെർവൈക്കൽ ക്യാൻസറിനെ പറ്റി പറഞ്ഞത്. സെർവൈക്കൽ ക്യാൻസറിൽ മെയിനായിട്ട് റിസ്ക് ഫാക്ടേഴ്സും സ്ക്രീനിങ്ങും ആണ് നോക്കേണ്ടത്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ് റിസ്ക് ഫാക്ടേഴ്സും സ്ക്രീനിങ്ങും. ഇനി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇത് ഫുള്ള് എഴുതാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്.